തീവ്രവാദ കേസുകളിൽ UAPA സ്വാഭാവികമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണ കേസുകളിൽ UAPA ചുമത്തരുത്. UAPA ചുമത്താൻ ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി വേണമെന്ന് DGPയുടെ സർക്കുലർ. FIR ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി. UDF സർക്കാരിന്റെ ബന്ധുനിയമനം അന്വേഷിക്കാൻ വിജിലൻസ് കോടതി ഉത്തരവ്. ത്വരിതാന്വേഷണം ഉമ്മൻചാണ്ടി അടക്കം 9 പേർക്കെതിരെ. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി. താൻ മന്ത്രിയായിരുന്നപ്പോൾ ബന്ധുനിയമനങ്ങൾ നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയിൽ ചോർച്ചയുണ്ടെന്ന് AK ആന്റണി. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തിരിച്ചുവരവ് സാധ്യമല്ല. പാർട്ടിയിൽ തലമുറ മാറ്റം എളുപ്പമല്ലെന്നും ആന്റണി. 14 DCC പ്രസിഡന്റുമാരും വേണ്ടപ്പെട്ടവരെന്ന് ഉമ്മൻചാണ്ടി. വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യം നിയന്ത്രിക്കണമെന്ന് KSRTC. സൗജന്യ യാത്ര സർക്കാർ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ചുരുക്കണമെന്നും സർക്കാരിന് MDയുടെ കത്ത്. യാത്രാ സൗജന്യം പിൻവലിക്കില്ലെന്ന് ഗതാഗത മന്ത്രി. കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയിൽ ചോർച്ചയുണ്ടായിട്ടുണ്ടെന്ന് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ AK ആന്റണി അഭിപ്രായപ്പെട്ടു. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാർട്ടിക്ക് തിരിച്ചുവരവ് സാധ്യമല്ലെന്നും AK ആന്റണി പറഞ്ഞു. പാർട്ടിയിൽ തലമുറ മാറ്റം എളുപ്പമല്ലെന്നും ആന്റണി ഇന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞു. പാർട്ടിയിൽ പുനഃസംഘടന വേണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾക്കിടെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. വിട്ടുവീഴ്ചയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് മുതിർന്ന നേതാവ് AK ആന്റണി അഭിപ്രായപ്പെട്ടു. കരുണാകരനുമായി പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുമ്പോഴും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നും ആന്റണി ഓർമ്മിപ്പിച്ചു. വിട്ടുവീഴ്ചയാണ് നേതൃത്വത്തിന്റെ ഏറ്റവും 100,000 ഉപദേശം വരും, തീരുമാനം ഒന്നേ വരും. തീരുമാനം കഴിഞ്ഞാൽ അടുത്തവർ തന്നെ ഒരുപാട് പേര് പിണങ്ങും, ശകാരിക്കും, ചിലപ്പോൾ ശത്രുക്കളുമാവും. പാർട്ടിയിൽ ഓഫീസർമാർ കൂടുതലുണ്ടെങ്കിലും കാലാൽപ്പടയുടെ കുറവാണ് നേരിടുന്നത്. നമ്മുടെ ജനകീയ അടിത്തറയിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചോർച്ച പരിഹരിക്കാതെ നാം ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യത. ജനറൽമാരും ഓഫീസർമാരും ധാരാളവും കാലാൽപ്പട കുറവുള്ളൊരു പാർട്ടിയാണ് കേരളം. പുനഃസംഘടന ആവശ്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു അതൃപ്തിയില്ല. 14 പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. കോൺഗ്രസിലെ തലമുറ മാറ്റത്തെ ഭയക്കുന്നത് ആരാണ്? ആലപ്പുഴ മുൻ DCC പ്രസിഡന്റ് AA ഷുക്കൂർ ആലപ്പുഴ ബ്യൂറോയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തത്സമയമുണ്ട്. KPCCയുടെ ജനറൽ സെക്രട്ടറി ലതിക സുഭാഷ് കോട്ടയം ബ്യൂറോയിൽ തത്സമയം ഈ ചർച്ചയുടെ ഭാഗമാകും. JDയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് ജോർജ് പത്തനംതിട്ടയിൽ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK ഫിറോസിനോടൊപ്പം ന്യൂസ് ഫ്ലോറിൽ, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും കൂടിയായ ജോൺ P. തോമസ് തിരുവനന്തപുരം ബ്യൂറോയിൽ ഉണ്ട്. ശ്രീ ജോൺ P. തോമസ്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചലനങ്ങളും അവിടെ അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ ജോൺ P. തോമസ്, ഇന്ന് AK ആന്റണി പറഞ്ഞ കാര്യങ്ങൾ, ജനകീയ അടിത്തറയ്ക്ക് ചോർച്ചയുണ്ടാകുന്നു, നേതാക്കൾക്കിടയിൽ സമവായമുണ്ടാകണം, വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം, പിടിവാശികൾ പാടില്ല, തലമുറ മാറ്റം അത്ര എളുപ്പത്തിൽ സാധ്യമല്ല തുടങ്ങി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പരാമർശങ്ങൾ, അതിൽ ഏതുതരം വികാരമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? ഏത് സാഹചര്യത്തിലാണ് ആന്റണിക്ക് ഇക്കാര്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കേണ്ടി വന്നത്? ഇത് കോൺഗ്രസിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു? ശ്രീ ഗോപികൃഷ്ണൻ, ഈ കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള ശ്രീ AK ആന്റണിയുടെ പ്രസ്താവന പുതുമയുള്ളതല്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് കൊച്ചിയിൽ നടത്തിയ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് അത് അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നും പറഞ്ഞത്. പക്ഷേ സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കന്മാർക്കിടയിൽ വിട്ടുവീഴ്ച മനോഭാവം വേണം. പ്രത്യേകിച്ചും കോൺഗ്രസ് മറ്റെന്നേക്കാളും ഏറെ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ നേതാക്കൾ വിട്ടുവീഴ്ച കാട്ടണം എന്ന് ആന്റണി പറഞ്ഞത് ഇവിടുത്തെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആളുകളെ നിയമിച്ചതിന് ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യത്തിൻ്റെ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്ക് പ്രാധാന്യം വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയതാണ് അതിൻ്റെ അടിത്തട്ടിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം. ആന്റണി തന്നെ ഇന്ന് ചൂണ്ടിക്കാട്ടി.
പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ ചോർന്നു പോയിട്ടും അത് മനസ്സിലാക്കാൻ നമ്മുടെ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. ശ്രീ ജോൺ പി തോമസ്, പിന്നീട് മീഡിയ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഹൈക്കമാൻഡ് ഇടപെട്ടാലും ഏത് നിലയ്ക്ക് മുകളിൽ നിന്ന് കാര്യങ്ങൾ നിർദ്ദേശമായി താഴോട്ട് വന്ന് ഗ്രൂപ്പുകളെ അലിയിച്ചില്ലാതാക്കി അതിനുമേൽ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും വഴങ്ങില്ല ഞാനും എൻ്റെ ഗ്രൂപ്പും എന്ന നിലപാടെടുത്ത ഉമ്മൻചാണ്ടിയുടെ കാർക്കശത്തെയാണോ ആന്റണി ഇന്ന് പ്രസ്താവനകളിലെ പരാമർശങ്ങളിലൂടെ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെ കർക്കശ നിലപാടിലേക്ക് ഒരു നേതാവും പോകേണ്ട എന്നുള്ള വ്യക്തമായ, ആന്റണിയുടെ ഭാഷയിൽ വ്യക്തമായ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് ആർക്കും മുന്നിലും ഇക്കാര്യത്തിൽ ഇനി വഴങ്ങാനില്ല എന്നൊരു സൂചനയാണ് ആന്റണിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ശ്രീ ആന്റണിയുമായി ശ്രീ ഉമ്മൻചാണ്ടി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇനി ഞാൻ എങ്ങോട്ടും ചർച്ചയ്ക്കില്ല എന്ന് അദ്ദേഹം എ കെ ആന്റണിയെ അറിയിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡുമായി ഒരു ചർച്ചയ്ക്കൊന്നുമില്ലെന്ന് ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പരാതികളൊന്നുമില്ലെന്ന്. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യം അറിയാം. കഴിഞ്ഞ DCC അധ്യക്ഷ നിയമനത്തിന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടി ഒത്തിരി വ്രണിതനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും വാക്കുകളിൽ നിന്നും അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡിൻ്റെ കൺട്രോൾ, പണ്ട് പാർട്ടി നേതൃത്വം, പാർട്ടി കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇവിടുത്തെ നേതാക്കൾ ചുറ്റിപ്പറ്റിയായിരുന്നു. 2 or 3 പഴയ കാലത്ത് 2 പേർ, അത് കഴിഞ്ഞ് 3 പേർ, ഇങ്ങനെ ചില നേതാക്കളുടെ കൺട്രോളിലായിരുന്നു ഈ പാർട്ടി. അത് മാറി ഇനി ഈ പാർട്ടി കേരളത്തെ സംബന്ധിച്ചോളം ഈ പാർട്ടി ഹൈക്കമാൻഡിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ള വ്യക്തമായ സൂചനയാണ്. ജോൺ പി തോമസ്, ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം. ഒരു കാര്യം കൂടെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ചില 1 or 2 വ്യക്തികളായിരിക്കും നയിക്കുക, അവര് ഒരു സൂചകം മാത്രമാണ്. ഇവിടെ ഒരു കളക്റ്റീവ്, കൂട്ടായ നേതൃത്വമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നും ആന്റണി പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതിയുടെ പ്രാധാന്യമാണ് അതിലൂടെ ചൂണ്ടിക്കാട്ടുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും വ്യക്തിയിലല്ല. അതേസമയം ഒരു ഗ്രൂപ്പ്, മീൻസ് വ്യക്തികളുടെ അല്ലെങ്കിൽ നേതൃത്വങ്ങളുടെ ഒരു ഗ്രൂപ്പിനെ ആയിരിക്കും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എ ഷുക്കൂർ, AK ആന്റണി നേരിട്ട് കണ്ട് സംസാരിച്ചു. VM സുധീരനും രമേശ് ചെന്നിത്തലയും ടെലിഫോണിലൂടെ ഒരുപോലെ ഉമ്മൻചാണ്ടിയോട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. DCC അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തതിൽ വേണ്ട പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന പരാതി, വേണ്ട കൂടിയാലോചനകൾ നടത്തിയില്ല എന്നതിലെ പരിഭവം, അക്കാര്യത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണം എന്ന പിടിവാശി തുടങ്ങിയ നിലപാടുകളിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട, അനുനയം വേണ്ട, ഒരു തരത്തിലുള്ള സമവായത്തിനും ഇനി ഇല്ല എന്ന നിലപാട് സ്വീകരിച്ച് പിണങ്ങി മാറി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഒന്നും ഫലം കാണാതെ പോയ പശ്ചാത്തലത്തിലല്ലേ AK ആന്റണിക്ക് ഇതുപോലെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്? ഇക്കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹൈക്കമാൻഡ് നടത്തുന്ന ഇടപെടലുകളെ ഗ്രൂപ്പിന്റെ പേരിൽ പ്രതിരോധിക്കുന്ന പടത്തലവനായി ഉമ്മൻചാണ്ടി നിന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിക്ക് വളർച്ചയും തലമുറ മാറ്റവും സാധ്യമാവുക? ഗോപികൃഷ്ണ ഇന്നത്തെ ബഹുമാന്യനായ ശ്രീ AK ആന്റണി ഇന്ന് കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. ഞാനത് ദൃക്സാക്ഷിയാണ്. ഞാനും മാത്രമല്ല ശ്രീമതി ലതിക സുഭാഷും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരും ഇന്നത്തെ രാവിലത്തെ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തവരാണ്. ശ്രീ AK ആന്റണി പറഞ്ഞത് എന്താണ്? ഇത്തരത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ അല്ല. സത്യത്തിൽ കോൺഗ്രസ്സിന് ജനകീയ അടിത്തറയിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടം, ശ്രീ AK ആന്റണി കേരളത്തിൻ്റെ ചെറുപ്പക്കാരനായിരുന്ന പ്രസിഡൻ്റായിരുന്ന KPC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടം, അതിനുശേഷം മുഖ്യമന്ത്രിയായ കാലഘട്ടം, ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടം, ഇതെല്ലാം അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കൂട്ടായ മുന്നോട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ആവശ്യം. തലമുറ മാറ്റം കൂടുതൽ ആകണം. എന്നാൽ 5 തലമുറകൾ ചേരുന്ന ഒരു വലിയ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കോൺഗ്രസ്. ഈ 5 തലമുറയും ഒരു തലമുറയെയും മാറ്റി നിർത്താൻ കഴിയില്ല. ഇതെല്ലാം കൂടെ ചേരുന്ന കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നിലപാടൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപേ എടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടുമായിരുന്നില്ലേ സർ?
തീർച്ചയായും കോൺഗ്രസ് അങ്ങനെ തന്നെ കൂട്ടായി പോകണം. ശ്രീ കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാകുന്ന നടപടികളിലേക്ക് പോയിട്ടില്ല. ഉമ്മൻചാണ്ടിയും അത് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന എ വിഭാഗവും ശ്രീ എ ഷുക്കൂർ, ഉമ്മൻചാണ്ടിയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന എ വിഭാഗവും പല കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളോടും നിസ്സഹകരിച്ചുകൊണ്ട് പലപ്പോഴും മുഖം കൊടുക്കാതെ ആ പ്രതിഷേധം, ആ വിയോജിപ്പും ഓരോരോ സമയങ്ങളിലും പ്രകടമാക്കിക്കൊണ്ട് മാറി നിൽക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമല്ലേ ശ്രീ എ ഷുക്കൂർ? പിന്നെ താങ്കൾ എന്തിനാണ് ഈ ന്യായങ്ങൾ പറഞ്ഞ് അതിനെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും അങ്ങനെ അല്ല. ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളാം. ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമുണ്ട്. രമേശ് ചെന്നിത്തലയുടേതായ പരാതികളും കാര്യങ്ങളും അഭിപ്രായങ്ങളുമുണ്ട്. ശ്രീ വി എം സുധീരനുമുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് കോൺഗ്രസിന്റെ ശക്തി അത് ആർജിച്ച് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാൻ കഴിയുന്നില്ലല്ലോ ശ്രീ എ ഷുക്കൂർ. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ഒരു തീയതി നിശ്ചയിക്കാൻ കോൺഗ്രസ് KPCC അധ്യക്ഷൻ ശ്രീ വി എം സുധീരന് സാധിക്കുന്നില്ല. കാരണം ഉമ്മൻചാണ്ടി ആ യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് തിട്ടമില്ല. എനിക്ക് സൗകര്യമുള്ള തീയതിയാണെങ്കിൽ ഞാൻ പങ്കെടുക്കാമെന്ന് പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ ആശയക്കുഴപ്പമുണ്ടല്ലോ ശ്രീ എ ഷുക്കൂർ. അങ്ങനെ എടുക്കേണ്ട. അത് രാഷ്ട്രീയകാര്യ സമിതി കൂടും, എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യും. കോൺഗ്രസ് അത്തരത്തിലാണ് പോയിട്ടുള്ളത്. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വരുമ്പോൾ ചില സംഘർഷങ്ങൾ ഉണ്ടാകും. അത് പലപ്പോഴും ശ്രീ കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും ഒരുമിച്ച് നിന്നതുപോലെ അത്തരം ഘട്ടങ്ങളിൽ ഇവർക്കും ഒരുമിച്ച് നിൽക്കാനാവും. ശ്രീമതി ലതിക സുഭാഷ്, ഹൈക്കമാൻഡ് വളരെ വ്യക്തമായി ഒരു സന്ദേശം DCC അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഗ്രൂപ്പ് തിരിച്ചുള്ള വീതം വെപ്പല്ല DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. ഗ്രൂപ്പ് മാനേജർമാർ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നല്ല അതാത് DCC അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവരുടെ മെറിറ്റ് നോക്കി, അവരുടെ പ്രാപ്തി നോക്കി, അവർക്ക് പാർട്ടിയെ നയിക്കാനും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും കഴിയുന്ന അവരുടെ സാമർഥ്യം പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് DCC അധ്യക്ഷ സ്ഥാനം നൽകിയിട്ടുള്ളത്. ഇതിൽ ഉമ്മൻചാണ്ടിക്ക് മാത്രം ഒരു അതൃപ്തിയുടെ കാര്യമുണ്ടോ? ഇവിടെ ഏത് ഗ്രൂപ്പ് മാനേജർമാർക്കും അവർക്കൊരു പക്ഷേ ഓരോ ആളുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിലാണെന്ന് അവകാശപ്പെടാമെന്നല്ലാതെ അവർ നൽകിയിട്ടുള്ള പട്ടികയ്ക്ക് കിട്ടിയ പൂർണ്ണാംഗീകാരമല്ല DCC അധ്യക്ഷ സ്ഥാനം. എന്നിട്ടും ഉമ്മൻചാണ്ടി നിസ്സഹകരിച്ച് മാറി നിൽക്കുകയും പുനഃസംഘടന വേണമെന്ന നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുകയും ചെയ്തത് KPCC നേതൃസ്ഥാനത്തെ ഒരു അഴിച്ചുപണിയിൽ അദ്ദേഹം കണ്ടുവെച്ചുകൊണ്ടല്ലേ? ഇങ്ങനെ പോയാൽ സംസ്ഥാന കോൺഗ്രസ് എവിടെ എത്തും? ശ്രീ ഗോപികൃഷ്ണൻ ശ്രീ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് കഷ്ടമാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരെ ഗ്രൂപ്പ് മാനേജർമാർ എന്ന് ചെറുതാക്കി കാണുന്നതും ശരിയല്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കാലാകാലങ്ങളായിട്ട് ആശയങ്ങളുടെ പേരിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളായിട്ട്, കഴിഞ്ഞ 5 വർഷത്തെ UDFന്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിലും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴാണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരിക്കുമ്പോഴും ശ്രീ ഉമ്മൻചാണ്ടി അന്ന് നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോഴും അതുപോലെ തന്നെ ശ്രീ വി എം സുധീരൻ വന്നപ്പോഴും കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരായി എന്ന് കേരളത്തിൽ ഇന്ന് ശ്രീ എ കെ ആന്റണി ഉൾപ്പെടെ സൂചിപ്പിച്ച ശ്രീ വി എം സുധീരൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ ഉമ്മൻചാണ്ടി, ഇവർ 3 പേരും യോജിച്ച് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു സത്യമാണ്. അവരെയൊക്കെ ഗ്രൂപ്പ് മാനേജർമാരാക്കി തരം താഴ്ത്തി കാണുന്നത് ശരിയല്ല. ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് ഒരിക്കലും ഈ 3 നേതാക്കന്മാർ, ഇന്ന് കേരളത്തിലെ ഈ 3 നേതാക്കന്മാർ ഒരു വേദിയിൽ വരുന്നതിന്, അഭിപ്രായങ്ങൾ പറയുന്നതിന്, പാർട്ടിക്ക് വേണ്ടി ഒരുമിച്ച് നിലപാടുകൾ എടുക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാത്ത 3 നേതാക്കന്മാരാണ് ഇവര്. അതിന്ന് ശ്രീ എ കെ ആന്റണി എടുത്തു പറയുകയുണ്ടായി. ശ്രീ എ ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ ശ്രീ കെ കരുണാകരന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ എ കെ ആന്റണി നടത്തിയ ആ പ്രസംഗത്തിന് മുൻപ് ബഹുമാന്യനായ KPCCയുടെ അധ്യക്ഷൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തില് വളരെ വിശദമായി ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ
പഴയകാല നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ എ കെ ആന്റണി തലമുറ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 5 തലമുറ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന ശ്രീ നെയ്യാറ്റിൻകര തിരുവനന്തപുരം പ്രസിഡന്റിനെ ഉൾപ്പെടെ പറഞ്ഞു നേതാക്കൾക്കിടയിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം വേണം എന്ന് പ്രവർത്തക സമിതി അംഗം ശ്രീ എ കെ ആന്റണിക്ക് പരസ്യമായി പറയേണ്ടി വന്ന സാഹചര്യം എങ്ങനെയുണ്ടായി? രാഷ്ട്രീയകാര്യ സമിതി കൂടുമല്ലോ, കേരളത്തിലെ നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കും. ശ്രീ എ കെ എന്റെ ചോദ്യം അതല്ല, നേതാക്കൾക്ക് വിട്ടുവീഴ്ച മനോഭാവം വേണം എന്ന് അദ്ദേഹത്തിന് അടിവരയിട്ട് പറയേണ്ടി വന്ന സാഹചര്യം എങ്ങനെയുണ്ടായി കേരളത്തിൽ? അത് മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നില്ല. ഒരിക്കലും ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല ഞാൻ ഇതിനൊക്കെ എതിരാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചാൽ അതിൽ സംസാരിക്കുന്ന വ്യക്തിയാണോ ശ്രീ എ കെ ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാവ് ശ്രീമതി ലതിക സുഭാഷ്? ഒരിക്കലുമല്ല. ശ്രീ എ കെ ആന്റണിയുടെ മുഴുവൻ പ്രസംഗവും സശ്രദ്ധം കേട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. തലമുറ മാറ്റത്തെ സ്വാഗതം ചെയ്തതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മുഖ്യമന്ത്രി അതിനെ കുറിച്ച് പറഞ്ഞു. പ്രമുഖരായ അന്നത്തെ കാലത്തെ നേതാക്കന്മാർ യുവാക്കളായിരിക്കുമ്പോൾ അധികാര സ്ഥാനത്തെത്തിയതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ തലമുറ ഒരുപക്ഷെ അതൊക്കെ നമ്മുടെ ഈ ചർച്ചയുടെ മർമ്മത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനായിരിക്കും അത്തരം പരാമർശങ്ങൾ ഉപകരിക്കുക എന്ന് ഇരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ പി കെ ഫിറോസ്, മുസ്ലിം ലീഗ് UDF-ലെ ഈ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി, നിങ്ങളുടെ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയിൽ ചോർച്ചയുണ്ടായിരിക്കുന്നുവെന്നും ജനറൽമാരും സർവ്വസൈന്യാധിപരും ഒക്കെ ഉണ്ട്, പക്ഷേ കാലാൾപ്പട ഇല്ല എന്നും കോൺഗ്രസിലെ തലമുതിർന്ന നേതാവ് ശ്രീ എ കെ ആന്റണി സമ്മതിക്കുമ്പോൾ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഈ മുന്നണി ദുർബലമായിരിക്കുന്നുവെന്നും നിങ്ങളുടെ കാൽ ചുവട്ടിലെ ജനകീയത എന്ന ആ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയല്ലേ? ആരാണ് ഇതിന് ഉത്തരവാദി? അല്ല, അപ്പോൾ കോൺഗ്രസിനകത്ത് ജനകീയ അടിത്തറ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടമായി എന്നുള്ളത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ബോധ്യമായ ഒരു യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം ആന്റണി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ DCC പ്രസിഡന്റ്ഷിപ്പ് വീതം വെച്ചതിൽ കോൺഗ്രസിനകത്തുള്ള ഏതെങ്കിലും ഫ്രാക്ഷന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നുള്ളത് ആ കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നമാണ്. മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ കോൺഗ്രസ് ശക്തിപ്പെടണം, അത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം വികാരമല്ല, UDF-നകത്തെ മുഴുവൻ ഘടകകക്ഷികളുടെയും മുഴുവൻ പ്രവർത്തകന്മാരുടെയും ഒരു വികാരമാണ്. ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്തരം തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് നിഷ്പക്ഷമായി പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്നത് ഒന്ന് BJP ആണ്, മറ്റൊന്ന് CPM ആണ്. രണ്ടും കേഡർ പാർട്ടികളാണ്. ആ രണ്ട് കേഡർ പാർട്ടികളോട് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഒരു കേഡർ പാർട്ടി ആവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിലും ഒരു സെമി കേഡർ പാർട്ടിയെങ്കിലും ആവാൻ കോൺഗ്രസ് ശ്രമിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും അങ്ങനൊരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്ന കാര്യത്തിൽ ബോധ്യപ്പെടുത്തുന്നതിൽ പലപ്പോഴും കോൺഗ്രസ്സിന് പരാജയം സംഭവിച്ചു എന്നുള്ളതും ഇത്തരത്തിലുള്ള ജനകീയ അടിത്തറ ചോർന്നു പോകുന്നതിന് കാരണമായിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ ആ മതേതര നിലപാട് കാത്തു സൂക്ഷിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അത് തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും അത് പ്രകടമാക്കാനും എവിടെയാണ് കോൺഗ്രസിന് വീഴ്ച പറ്റിയത്? അത് നേതാക്കളുടെ കുഴപ്പമാണോ? കോൺഗ്രസ് എന്ന പാർട്ടിയിൽ സ്വീകരിച്ച നയത്തിന്റെ കുഴപ്പമാണോ? അതോ വ്യക്തികളുടെ പ്രശ്നങ്ങളാണോ? അല്ല, ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പം ഈ ഗോവധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടാകെ പ്രശ്നമുണ്ടായപ്പം കോൺഗ്രസ് പ്രതികരിച്ചു, ഇടതുപക്ഷം പ്രതികരിച്ചു. VS അച്യുതാനന്ദൻ്റെ പ്രതികരണമാണ് കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയത്. ഒരു യാഥാർത്ഥ്യമാണ്. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിക്കുന്ന ഒരു അടവ് നയമാണെന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളുടെ ഒരു മാസായ ഒരു സൈക്കോളജിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ടി വരും. കോൺഗ്രസ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ BJP വിരുദ്ധ നിലപാട് കുറച്ചുകൂടി ശക്തമായി സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു വീഴ്ച പറ്റി എന്നുള്ളത് കോൺഗ്രസ് തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി BJP ആണെന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. തീർച്ചയായിട്ടും. അല്ല, അങ്ങനൊരു BJP-യുമായി ഒരു ഏറ്റുമുട്ടൽ എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ അരുവിക്കരയിൽ സാധിച്ചു. അങ്ങനൊരു പ്രതീതി ഉണ്ടായപ്പോൾ തന്നെ സെക്കുലർ ഫോഴ്സ് മുഴുവനും UDF-ൻ്റെ കൂടെ നിന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്.
പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് കരുതി CPM നിന്നും വലിയ കൊഴിഞ്ഞുപോക്ക് BJPയിലേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും CPM വളരെ കുറച്ചുകൂടി സ്ട്രാറ്റജി BJPയുടെ വോട്ടുകൾ ചോരുന്നതിൽ CPM ഒരു സ്ട്രാറ്റജി എടുത്തെങ്കിലും UDFനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായത് എന്ന ഒരു സംശയം. അനുമാനങ്ങളാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങളോ അതല്ലെങ്കിൽ വ്യക്തിപരമായി അവരെടുത്ത നിലപാടുകളും ആണോ ഇവിടെ മതേതരത്വ നിലപാട് ഞങ്ങൾക്ക് ശക്തമായി ഉണ്ട് എന്ന ഒരു ആ നയത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ തടസ്സമായി നിന്നത്? ഒരിക്കലല്ല. കോൺഗ്രസിനകത്തെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയവും ഇതൊക്കെ അതിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അതേതെങ്കിലും തരത്തിൽ ജനകീയ അടിത്തറയെ ചോർത്തിക്കളയുന്നുണ്ട് എന്ന വിശ്വാസം ലീഗിന്. പക്ഷേ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാകപ്പിഴകൾ നിങ്ങൾ തന്നെ വിലയിരുത്തിയിട്ടുള്ളതല്ലേ? തീർച്ചയായും. അല്ല, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തുടങ്ങി ഇന്നോ ഇന്നലെയൊന്നും അല്ലല്ലോ. കോൺഗ്രസിൻ്റെ ചരിത്രകാലം മുതൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ കോൺഗ്രസിൻ്റെ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഇപ്പം നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ ആൻ്റണി തന്നെ പറഞ്ഞ വിട്ടുവീഴ്ച മനോഭാവം കേരളത്തിൻ്റെ പുറത്തുള്ള കോൺഗ്രസ് പാർട്ടികളുടെ വിവിധ സ്റ്റേറ്റുകളെക്കാളും വലിയ വിട്ടുവീഴ്ച മനോഭാവം കേരളത്തിൽ. പ്രത്യേകിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ കൊല്ലം സീറ്റ് RSP വന്നപ്പോൾ RSPക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു. പാലക്കാട് ചെറിയ വോട്ടിനാണെന്ന് സതീശൻ പാച്ചേനി പരാജയപ്പെട്ടത്. ആ സീറ്റ് JDU വന്നപ്പം JDUവിന് ആ സീറ്റ് വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ്സിന് വലിയ പരാജയമുണ്ടായപ്പോഴും ഈ കേരളത്തിനകത്ത് UDF സംവിധാനം കെട്ടുറപ്പോടെ മത്സരിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു അനുപാതം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പരാജയം ഉണ്ടായില്ല എന്ന് മാത്രമല്ല വലിയ വിജയം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല സ്ഥാനാർത്ഥികൾ വന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് യുവത്വത്തിന് വലിയ മുൻതൂക്കം കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അങ്കമാലി റോജിയെ പോലെയുള്ള സീറ്റ്, ഇപ്പോൾ IC ബാലകൃഷ്ണൻ ബത്തേരിയിൽ കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷം കൂടിയത്, ബൽറാമിനെ ഷാഫി പറമ്പിലിനെ പോലെയുള്ളവരുടെ വീണ്ടും ഒരു ടൈറ്റ് സീറ്റിൽ വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് കാണിച്ച പിന്നെ അവരുടെ മികവ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും കാരണമായിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഞാനൊരു മിനിറ്റ് ഞാൻ ഫിറോസിലേക്ക് തിരിച്ചു വരാം. ശ്രീ വർഗീസ് ജോർജ്, രാജ്യത്ത് BJP ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വർഗീയ സ്വഭാവമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി വിശാലമായ മതേതര ജനാധിപത്യ സഖ്യരൂപീകരണത്തിൻ്റെ സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ പരിസരമാണ് നിലനിൽക്കുന്നത്. അവിടെ അത്തരമൊരു മതേതര ജനാധിപത്യ മുന്നണിക്ക് കരുത്തും ഊർജവും നേതൃത്വവും നൽകാൻ ഇന്ത്യയിൽ പ്രാപ്തി കാണിക്കേണ്ട കോൺഗ്രസിനെ പോലൊരു ദേശീയ പാർട്ടി അവരുടെ സംസ്ഥാന ഘടകങ്ങളിലെ ഗ്രൂപ്പ് ചേരിപ്പോരും അവർക്കിടയിലെ നിസ്സാരമായ കാര്യങ്ങളിലുള്ള തർക്കവും അവർക്കിടയിലെ ഐക്യമില്ലായ്മയും പാർട്ടിയെ തളർത്തുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നടത്തിയ പ്രസക്തമായ ഒരു ഇടപെടലായി AK ആൻ്റണിയുടെ പരാമർശങ്ങളെ താങ്കൾ കാണുന്നുണ്ടോ? ഇത്തവണ സീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും മുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള താങ്കളുടെ പാർട്ടിയുടെ നിലപാട്, ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ അപജയം അല്ലെങ്കിൽ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടു എന്ന ആൻ്റണിയുടെ പരാമർശം, ഏത് നിലയ്ക്കാണ് താങ്കൾ അതിനെ വിലയിരുത്തുക? ഗോപികൃഷ്ണൻ, നമ്മൾ ഇത് വിപുലമായൊരു രാഷ്ട്രീയ പരിസരത്തിൽ തന്നെ വേണം കാണാൻ. അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ആ ചോദ്യം രൂപീകരിച്ചത് തന്നെ. നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന BJPയെ ചെറുക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരുമിച്ച് വരവ് വളരെ അത്യാവശ്യമാണ്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ഞാൻ ഈയിടെ എഴുതിയ ലേഖനത്തിൽ കോൺഗ്രസ് കൂടി ശക്തമായി ഈ മുന്നണിയിലുണ്ടാണോ എന്ന് പറഞ്ഞിരുന്നു. കാരണം ഒരു പാൻ ഇന്ത്യ എല്ലായിടത്തുമുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് BJPയെ കൗണ്ടർ ചെയ്യാൻ ആവശ്യമായി വന്നപ്പം കോൺഗ്രസുമായിട്ട് ചേർന്നു. ഞങ്ങൾ ബീഹാറിൽ കോൺഗ്രസുമായിട്ട് ചേർന്നാണ് BJPയെ നേരിട്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ ഇന്ന് രൂപപ്പെടുന്ന വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. പക്ഷേ ഇവിടെ ഉന്നയിച്ച പോലെ, ചോദ്യത്തിൽ ഗോപികൃഷ്ണൻ ഉന്നയിച്ച പോലെ, കോൺഗ്രസ് അതിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ കൊണ്ട് ദുർബലപ്പെടാനിടയാകരുത് ഈ സാഹചര്യത്തിൽ. ഇപ്പോൾ ആസാമിൽ ഹേമന്ത് ശർമ്മയായിരുന്നു കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്.
ആ ഹേമന്ത് ശർമ്മയെ കേന്ദ്ര നേതൃത്വം കോൺഗ്രസിൻ്റെ പാർട്ടി ശ്രദ്ധിക്കാഞ്ഞപ്പം ഹേമന്ത് ശർമ്മ പെട്ടെന്ന് കോൺഗ്രസ് വിട്ടു. അങ്ങനെയാണ് 15 വർഷം ആസാം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് BJP കയ്യിലേക്ക് ആസാം പോയിരിക്കുന്നത്. അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും ഒരാഴ്ച വന്ന് ഡൽഹിയിൽ തങ്ങിയിട്ടും അവരെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അരുണാചൽ പ്രദേശിൽ പ്രശ്നങ്ങളുണ്ടായത്. ബംഗാളിൽ PCC അധ്യക്ഷൻ രാജിവെച്ചു. തമിഴ്നാട്ടിൽ PCC അധ്യക്ഷൻ വാസൻ രാജിവെച്ചു. ഇന്ന് ഗോവയിലെ 2 പ്രമുഖ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തെക്കേ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു യൂണിറ്റ് കേരളമാണ്. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 20% കോൺഗ്രസിനാണ്. 5 പേര് വോട്ട് ചെയ്യാൻ പോയപ്പോൾ 1 വോട്ട് കോൺഗ്രസിനാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തിയ ഒരു ജനാധിപത്യ മതേതര ബദലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ശ്രീ AK ആന്റണി പറഞ്ഞതിൽ കുറേ യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ കോൺഗ്രസ്സിന് കുറേ ക്ഷീണം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 31% വോട്ട് കിട്ടിയ കോൺഗ്രസ്സിന് ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 22% വോട്ടാണ് കിട്ടിയത്. 39 അസംബ്ലി അംഗങ്ങളുണ്ടായിരുന്ന കോൺഗ്രസ്സിന് 22 MLA മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് ക്ഷീണിക്കരുത്. ഈ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഈ UDFനെയും ജനാധിപത്യ ബദലിനെയും ലീഡ് ചെയ്യാൻ കെൽപ്പുള്ളവരായി തന്നെ കോൺഗ്രസ് നിൽക്കണമെന്നാണ് ഘടകകക്ഷികളായ ഞങ്ങളുടെ അഭിപ്രായം. അല്ല, അവിടെ ഒരു തലമുറ മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ഗ്രൂപ്പുകൾക്കതീതമായി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നേതൃപദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അതിനെ തലമുതിർന്ന നേതാക്കൾ ആ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഈ രീതിയിൽ എതിർക്കുന്നത് ഏത് നിലയ്ക്കാണ് സർ കോൺഗ്രസിന് ഗുണം ചെയ്യുക? ഗോപീഷ്ണ, ആ ചോദ്യത്തിന് ഫിറോസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നേരിട്ട് ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ താങ്കൾ പറഞ്ഞതുപോലെ ഈ മുന്നണിക്ക് കൊടുക്കേണ്ട കോൺഗ്രസിൽ സംഭവിക്കുമ്പോൾ പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പോലെ തന്നെയാണ് പാർട്ടികൾ തമ്മിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ എപ്പോഴും വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റീസാണ്. അവർ കേന്ദ്ര നേതൃത്വവുമായിട്ട് പല ഘട്ടങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്നല്ലോ ആധുനിക കേരളത്തിൻ്റെ ഒരു വിധാതാക്കളായ പട്ടനാണ് പിള്ള. സ്റ്റേറ്റ് കോൺഗ്രസ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ലയിക്കാൻ 48 തീരുമാനിച്ചപ്പോൾ നേതൃത്വ പ്രശ്നത്തെ തുടർന്ന് പട്ടനാടുള്ള കോൺഗ്രസ് പാർട്ടി വിട്ട് പുതിയ ഡെമോക്രാറ്റിക് കോൺഗ്രസ് രൂപീകരിക്കുകയാണ് ചെയ്തത്. ശ്രീ K കരുണാകരൻ കേന്ദ്ര കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നരസിംഹറാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക DIC എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചു. ശ്രീ AK ആന്റണി 1978 കോൺഗ്രസ് നേതൃത്വമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അന്ന് കോൺഗ്രസ് U എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് ഇവിടെ ഭരിക്കുകയുണ്ടായി. വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റീസാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ. അതുകൊണ്ട് എപ്പോഴും കേന്ദ്ര പാർട്ടിയും സംസ്ഥാന പാർട്ടിയും തമ്മിൽ ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ഇവിടെ കോൺഗ്രസിൻ്റെ വലിയൊരു ഐക്യദാർഢ്യവും ഒരുമിച്ച് വരവും ദൃഢൈക്യവും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ച പോലെ തന്നെ കോൺഗ്രസിന് ക്ഷീണം സംഭവിക്കും. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം കോൺഗ്രസിൻ്റേതും സംസ്ഥാന നേതൃത്വം കോൺഗ്രസിൻ്റേതും പാരസ്പര്യത്തിലും സഹകരണത്തിലും പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഒന്ന് ഇടപെടട്ടെ. ശ്രീ ജോൺ P. തോമസ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യസമിതി ചേരേണ്ടത് എന്നാണെന്നത് ഒരു തീരുമാനമെടുക്കാൻ, ഒരു തീയതി നിശ്ചയിക്കാൻ KPCC അധ്യക്ഷൻ VM സുധീരന് കഴിയുന്നില്ല. അതിന് ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കണം രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കാൻ എന്ന നിർബന്ധ ബുദ്ധി KPCC അധ്യക്ഷനുണ്ട്. പക്ഷേ വഴുതി മാറി നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി. AK ആന്റണി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് DCC അധ്യക്ഷന്മാരെ നിയമിക്കാൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങളും അതിൽ ഹൈക്കമാൻഡിന്റെ നിർബന്ധം ഏതു തരത്തിലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. VM സുധീരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ടെലിഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടൊന്നും ഉമ്മൻചാണ്ടി വഴങ്ങാതെ നിൽക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ഉമ്മൻചാണ്ടിയുടെ ഈ നിലപാട് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? സംഘടനാ തെരഞ്ഞെടുപ്പ് തനിക്ക് രാഹുൽ ഗാന്ധി നൽകിയിട്ടുള്ള ഉറപ്പാണ്, അത് നിർബന്ധമായി നടത്തണം എന്ന ഒരൊറ്റ നിലപാടിലാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ വെച്ചിരുന്നു. അന്ന് ശ്രീ രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ അവർക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ആദ്യം രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കട്ടെ,
അതിനുശേഷം DCC പുനഃസംഘടന കഴിയട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ആ രാഷ്ട്രീയകാര്യ സമിതിയുമായിട്ടൊക്കെ ആലോചിച്ച് നമുക്ക് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന നിർദ്ദേശം അവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ നിർഭാഗ്യകരെന്ന് പറയട്ടെ, അതിനുശേഷം തന്നെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ചുമതലയുള്ള കേരളത്തിലെ MP ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി, അങ്ങനെ സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിന് മാത്രമായി നടത്താൻ കഴിയില്ല. അതല്ല, അങ്ങനെ നടത്തണമെങ്കിൽ പാർട്ടി ഭരണഘടനയിൽ മാറ്റം വരുത്തണം. ഇതൊക്കെ ഈ പങ്കെടുക്കുന്ന നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കും അറിയുന്നതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഇനി നടക്കണമെങ്കിൽ ഏകദേശം 2 വർഷമെങ്കിലും എടുക്കും. ഇത് ശ്രീ ഉമ്മൻചാണ്ടിക്കും അറിയാം, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം. കേരളത്തിൽ KPCCയുടെ നിർവാഹക സമിതി യോഗത്തിൽ തന്നെ ഇക്കാര്യം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടുത്തിടയ്ക്ക് വന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അത് വളരെ അപ്രായോഗികമായിരിക്കും എന്നുള്ള കാര്യം. അന്നും ഇപ്പോഴും ഉമ്മൻചാണ്ടി വിഭാഗം ഏറ്റവും കൂടുതൽ ഇന്ന് സംഘടനയിൽ കോൺഗ്രസിലെ ഏറ്റവും മിലിറ്റന്റ് വിഭാഗവും അവർ തന്നെ, ഒരു ഏകീകൃത രൂപം ആ വിഭാഗത്തിനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവർ ആവശ്യപ്പെടുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ്, പണ്ടത് I ഗ്രൂപ്പ് ആയിരുന്നു എപ്പോഴും ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ അത് മാറി A ഗ്രൂപ്പാണ് ആവശ്യപ്പെടുന്നത്. വ്യത്യാസമേ എന്തായിരുന്നാലും ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും കഴിഞ്ഞ VM സുധീരൻ്റെ നിയമനം, KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള VM സുധീരൻ്റെ നിയമനം മുതൽ ഇവിടുത്തെ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക്, അത് A ഗ്രൂപ്പൊന്നും മാത്രമല്ല, കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് ചെറിയ അതിർത്തി നിലവിലുണ്ട്. അത് ഒരല്പം കൂടെ കൂടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം ശ്രീ VM സുധീരൻ്റെ ചില നിലപാടുകൾ, സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളാണെന്നൊരു വീക്ഷണം കോൺഗ്രസിനകത്ത് പൊതുവേ, പ്രത്യേകിച്ച് അന്നത്തെ ഭരണവിഭാഗത്തെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്ക് ഉണ്ട്, അല്ലെ ഉമ്മൻചാണ്ടി നയിക്കുന്ന ഗ്രൂപ്പിനുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന അവർക്ക് തുറന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴെന്താണ് ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ദേശീയ കോൺഗ്രസ് നേതൃത്വം വേണ്ടത്ര പരിഗണിക്കുന്നുണ്ടാവും, വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം പല കാര്യങ്ങളും അവിടെ അവതരിപ്പിച്ച് ഒരു നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തിക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചടി, അദ്ദേഹത്തിൻ്റെ ദേശീയ നേതൃത്വം വേണ്ടത്ര പരിഗണന നൽകാതിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്കൊക്കെ മീഡിയയ്ക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പോഴെന്താ, അദ്ദേഹം ദേശീയ നേതൃത്വത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായ ശ്രീ AK ആന്റണി അറിയിച്ചേക്കുന്നത്, എനിക്ക് പരാതിയില്ല. അദ്ദേഹം ഇന്ന് പരസ്യമായി പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും പരാതിയില്ല, ഞാൻ ഇനി പരാതിയുമായി അങ്ങോട്ട് പോകുന്നുമില്ല, എൻ്റെ നിർദ്ദേശങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിഗണനയില്ലെങ്കിൽ ഞാനൊന്ന് സൈലൻ്റ് ആകുകയാണ്, ബാക്കി കാര്യങ്ങളെല്ലാം മറ്റ് 2 പേരും ചേർന്ന് ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യം അവിടെ ഉള്ള എന്താ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ക്രൗഡ് പുള്ളർ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അതൊരു യാഥാർത്ഥ്യം, നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജനക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള അദ്ദേഹത്തിനുള്ള കഴിവ് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് മറ്റ് നേതാക്കൾക്കല്ല ലഭിക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടി മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഗ്രസ്സിന് അല്ലെ മുന്നണിയിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എല്ലാ നേതാക്കൾക്കും അറിയാം. ഇപ്പം നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ചു, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിക്ക് ചേരാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉമ്മൻചാണ്ടി ഇനി ഏതെങ്കിലും ഒരു അസുഖം കാരണമാണ് പങ്കെടുക്കാത്തതെങ്കിൽ പോലും അതൊരു വലിയ വാർത്തയായിരിക്കും. കാരണം ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യമായിരിക്കും കോൺഗ്രസിൻ്റെ ഇനിയുള്ള ഗ്രൂപ്പ് പോരിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമായി മാറാൻ പോകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഹൈക്കമാൻഡിന് പ്രിയപ്പെട്ടവനായിരുന്ന, ഒരു കാലത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പ്രാപ്തിയുണ്ടായിരുന്ന ഒരു നേതാവായ ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ അദ്ദേഹം അർഹിക്കുന്ന പരിഗണന ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും അദ്ദേഹം തന്നെയല്ലേ? നേരത്തെ ഗ്രൂപ്പ് മാനേജർമാർ എന്ന് ഈ വിഭാഗങ്ങളെ നയിക്കുന്നവരെ വിളിച്ചതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു ശ്രീമതി ലതിക സുഭാഷ്. ഗ്രൂപ്പ് മാനേജർമാരുടെ പണി തന്നെയല്ലേ ഈ 3 പേരും കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? ജോൺ പി തോമസ്. തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് നിഷേധിക്കാമെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെതായ ഗ്രൂപ്പുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഗ്രൂപ്പുണ്ട്, സുധീറിനും അദ്ദേഹത്തിൻ്റെതായ ഗ്രൂപ്പുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗ്രൂപ്പുകളൊക്കെ ഇവിടെ ഉള്ളപ്പോഴും ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചലഞ്ച് ചെയ്യുന്ന ഒരു നിലപാട് പരസ്യമായി, വിയോജിപ്പ് പിന്നെ പരിഹരിക്കപ്പെടും. ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോടുള്ള അതിർത്തി പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പം എടുത്തിരിക്കുന്ന നിലപാട്, ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടും എന്നെ കേൾക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു, ഞാൻ സൈലൻ്റ് ആകുന്നു. ഇനി വേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഹൈക്കമാൻഡ് ഇങ്ങോട്ട് വന്നെടുക്കുന്ന ഒരു നിലപാടായിരിക്കും. ഹൈക്കമാൻഡ് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഉമ്മൻചാണ്ടി കൊടുക്കുന്ന സന്ദേശം. എന്നെ ഇവിടെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ, അല്ലെ എൻ്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് വന്ന് പരാതി പറയാനില്ല, ഹൈക്കമാൻഡ് എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്താണെന്ന് വെച്ചിരുന്നാൽ ഇങ്ങോട്ട് വരട്ടെ. അതല്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ
ഈ കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ചു. മറ്റ് ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് ചെന്നിത്തലയും സുധീറിനുമൊക്കെ ശക്തരായ നേതാക്കളാണ്. അവർക്കൊക്കെ സഹായമായ നേതാക്കൾ വേറെയുമുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹം കോൺഗ്രസിന്റെ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ക്രൗഡ് പുള്ളറാണ്. ഉമ്മൻചാണ്ടി, ഒരു മിനിറ്റ്, ഉമ്മൻചാണ്ടിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയകാര്യ സമിതി അടുത്തെങ്ങാനും നടക്കാൻ സാധ്യതയുണ്ടോ ശ്രീ എ ശുക്കൂർ? താങ്കൾക്ക് ജോൺ പി തോമസിന് മറുപടി കൊടുക്കാം. ജോൺ പി തോമസ് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ഈ കോൺഗ്രസിനകത്ത് ചർച്ചയും ജനാധിപത്യപരമായ തരത്തിൽ ഉള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായി ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. പക്ഷെ അതൊന്നും നിത്യശത്രുക്കളായി പോകുന്ന തരത്തിലല്ല. ചില അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം ഏകോപിപ്പിക്കേണ്ട വേദിയിൽ ഏകോപിപ്പിച്ച് തന്നെ പോയിട്ടുണ്ട്. ചെറുപ്പക്കാരും വനിതാ പ്രാതിനിധ്യവും പിന്നോക്കക്കാരും ഒക്കെ നേതൃപദവിയിലേക്ക് വരുന്നതിൽ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? എന്തിനാണ് ഇത്ര ഇൻടോളറൻസ്? ഒരു അസഹിഷ്ണുതയും ആർക്കും പാടില്ല. ഇതെല്ലാവരെയും, അതല്ലേ പറഞ്ഞത്, 5 തലമുറ അടങ്ങുന്ന കോൺഗ്രസ് അത് ഒരുമിച്ച് പോകണം എന്നാണ് എ കെ ആന്റണി ഇന്നും പറഞ്ഞത്. 5 തലമുറ മാറ്റമാണ് ഇത്. അതുകൊണ്ട് ആ മാറ്റം വന്ന ആളുകളെല്ലാം ശരിയാക്കും എന്ന് പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. എല്ലാവരും കൂടെ ആകണം, അതാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു വലിയ സന്ദേശമുണ്ട്. എല്ലാവരും ഒരുമിച്ച് പോകണം, ഒരുമിച്ച് പോയേ മതിയാവൂ. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന വേദികളുണ്ട്. അത് ഹൈക്കമാൻഡ് സംഘടനാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണം എന്നത് തന്നെയാണ് എ വിഭാഗത്തിന്റെ ആവശ്യം. അത് ഉമ്മൻചാണ്ടിക്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിനിധികളായെത്തി മുകുൾ വാസ്നിക്കിനെ കണ്ട നേതാക്കളും ആ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുത്ത മുകുൾ വാസ്നിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ കാത്തിരുന്നേ മതിയാകൂ എന്ന്. അങ്ങനെ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസിന്റെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ അതങ്ങനെ നടക്കൂ എന്ന നിലയ്ക്ക് ഈ ഒരു ദുർവാശി മറ്റു ചില താല്പര്യങ്ങൾ മുൻനിർത്തി ഉള്ളതല്ലേ ഉമ്മൻചാണ്ടിയുടേത്? ശ്രീമതി ലതിക സുഭാഷ്. ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ മുതിർന്ന നേതാക്കളെയും ശ്രീ എ ശുക്കൂർ ഉൾപ്പെടെയുള്ള DCC പ്രസിഡന്റുമാരെ, ഞാൻ ഉൾപ്പെടെയുള്ള KPCC ജനറൽ സെക്രട്ടറിമാരെ എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഏതാണ്ട് 90% ആളുകളും പറഞ്ഞ ഒരു കാര്യമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളത്. KSU യൂത്ത് കോൺഗ്രസ് അത് നടത്തിക്കഴിഞ്ഞു. അത് വീണ്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രശ്നരഹിതമായി മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമായ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. അത് നിശ്ചയമായിട്ടും AICC അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒഴുക്കുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഓടി ഒരുപാട് യാത്ര ചെയ്ത് ഏറ്റെടുത്ത പരിപാടികൾ കൃത്യമായി ആ പരിപാടികളിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായിട്ട് ആലോചിച്ച് കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ, KPCC അധ്യക്ഷൻ സംശയരഹിതമായി പറഞ്ഞു കഴിഞ്ഞു, ഈ കമ്മിറ്റി രാഷ്ട്രീയകാര്യ സമിതി ശ്രീ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് കൂടി സൗകര്യമുള്ള സമയത്ത് മാത്രമേ നടത്തൂ എന്ന് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പറഞ്ഞു. ഇനി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ സൗകര്യമനുസരിച്ച് രാഷ്ട്രീയകാര്യ സമിതി നടത്തുമെന്ന്. ഇത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. ശ്രീ AK ആന്റണി ഇന്ന് സാന്ദർഭികമായിട്ടാണ് ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസിന് ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് വന്നിരിക്കുന്ന പിഴവുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർവ സൈന്യവും സജ്ജമാകണം. നേതാക്കന്മാര് മാത്രം പോരാ, നേതാക്കന്മാര് താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പൊ ഈ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഒരു മനസ്സോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സജ്ജമായിരിക്കുമ്പോൾ കേരളത്തിലെ ലക്ഷോപലക്ഷം കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഇവിടെ ശ്രീ AK ആന്റണി സൂചിപ്പിച്ചതുപോലെ ഈ 3 നേതാക്കന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ സജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി സംഘടനാ തലത്തിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോകാനാണ്. ശ്രീ PK ഫിറോസ്,
കോൺഗ്രസിൻ്റെ ജനകീയ അടിത്തറ കുറഞ്ഞു വരികയാണ്, കാലാൾപ്പട ഇല്ലാതായിരിക്കുന്നു എന്ന് എ കെ ആന്റണി പറയുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യം സൃഷ്ടിച്ചത് നേതാക്കളുടെ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലായ്മയാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതുതലമുറ അല്ലെങ്കിൽ പൂർണ്ണമായൊരു തലമുറ മാറ്റത്തിന് ഇനിയും സമയമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള നേതാക്കന്മാർ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇതുവരെ പോയ രീതിയിൽ, എന്നാൽ അവരവരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ട് പുതുതലമുറയെ അത്ര അങ്ങോട്ട് കടത്തിവിടാതെ വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോയാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന സന്ദേശമാണ് ഉള്ളത്. ലീഗ് എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? അല്ല, അങ്ങനെയല്ല. അപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പരസ്പരം അറിയാമല്ലോ. കോൺഗ്രസിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ നമ്മളത് പുറത്ത് ചർച്ച ചെയ്യുന്നില്ലെങ്കിലും കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർക്ക് അത് അറിയാമല്ലോ. ലീഗിന് ആശങ്കയില്ലേ? ലീഗിനിപ്പോൾ UDF-നകത്ത് ഏതെങ്കിലും ഘടകകക്ഷിക്ക് പിന്നെ ഒരു പോരായ്മയുണ്ടായാൽ, അവർ വീക്കായാൽ സ്വാഭാവികമായും അത് UDF-നെ മൊത്തം ബാധിക്കുന്നവർക്ക് ലീഗിന് ആശങ്കയുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇത് പരിഹരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ലതിക സുഭാഷ് അത് നേരത്തെ സൂചിപ്പിച്ചു, അതുപോലെ തന്നെ JDU-ൻ്റെ വർഗീസ് ജോർജും അത് സൂചിപ്പിച്ചു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണിത്. കാരണം ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ബീഹാറിൽ നമ്മൾ കണ്ടു കോൺഗ്രസ് കാണിച്ച ഒരു വിശാല മനോഭാവം, അതൊരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളൽ കൂടിയാണ്. അവിടെ JDU-യും അതുപോലെ തന്നെ RJD-യുമായി ചേർന്ന് കോൺഗ്രസ് സഖ്യമുണ്ടാക്കലാണ് അവരുടെ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളലെങ്കിൽ, കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾക്കൊള്ളേണ്ടത്. അത് ഉൾക്കൊള്ളുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതൊക്കെ അതിൻ്റെ കോൺഗ്രസിനകത്ത് നടക്കുന്ന സ്വാഭാവികമായ ചില പ്രവർത്തനങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്ത ലോക്സഭാ ഇലക്ഷന് മുമ്പായി ഇതൊക്കെ പരിഹരിച്ച്, ഇവിടെ നേരത്തെ ലതിക സുഭാഷ് പറഞ്ഞതുപോലെ VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അതുപോലെ AK ആൻ്റണിയും വയലാർ രവിയും എല്ലാവരും കൂടെ ചേർന്നതാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം. അങ്ങനെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോയാൽ കോൺഗ്രസ്സാണ് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ പിന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതേതര സഖ്യത്തിന് കൊടുക്കേണ്ടത്, UP-ക്ക് കൊടുക്കേണ്ടത്. അത് കേരളത്തിൽ നിന്നാണ്, സൗത്തിൽ നിന്ന്. ഇപ്പോൾ കർണാടകയും അതുപോലെ കേരളവും. കർണാടകയിലാണ് പിന്നെ ഒരു പ്രതീക്ഷയുള്ളത്. അപ്പോൾ കേരളത്തിനകത്ത് ഇങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മാത്രം ഊന്നി മുമ്പോട്ട് പോയാൽ അത് ശോഷണം സംഭവിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ആൻ്റണി കൊടുത്തത്. ആ മുന്നറിയിപ്പ് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലീഗ് ഉള്ളത്. ശ്രീ വർഗീസ് ജോർജ്, ഏത് പാർട്ടിയിലായാലും, അത് കോൺഗ്രസ്സിലായാലും മുസ്ലിം ലീഗിലായാലും ഇനി താങ്കളുടെ പാർട്ടിയിലായാലും, ഒരു ഘട്ടത്തിൽ ഒരു തലമുറ മാറ്റം വേണം. ചെറുപ്പക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം വേണം. അവരുടെ ആശയങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും ഇടം കിട്ടുന്നതാണ് തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രവും ആ സംഘടനയും എന്ന ബോധ്യം അവർക്ക് വേണം. അപ്പോൾ മാത്രമാണ് ഒരു ജനകീയ അടിത്തറയും കൂടുതൽ ആളുകൾ ആ പാർട്ടിയിലേക്ക് വന്നു ചേരുകയും ചെയ്യുക. അങ്ങനെ ഒരു തലമുറ മാറ്റത്തിന്, യുവത്വത്തിന് വഴിമാറി കൊടുക്കുന്നതിന് ഏത് തരം മനോഭാവമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് തടസ്സമായി നിൽക്കുന്നത്? കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടാതെ തന്നെ ഞാൻ പറയട്ടെ, ഒരു പൊതു തത്വം എന്നുള്ള നിലയിൽ പാർട്ടികൾക്കുള്ളിൽ ഇലക്ഷൻസ് വേണം. കഴിഞ്ഞ UDF യോഗം എറണാകുളത്ത് ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ചേരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളും കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ചിരുന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഞങ്ങളുടെ പാർട്ടിയിൽ 2 വർഷം കൂടുമ്പോൾ ഇലക്ഷനുണ്ട്. മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇലക്ഷനുണ്ട്, ലീഗിൽ ഇലക്ഷനുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് മറ്റും പറഞ്ഞു, ഇത് ഞങ്ങളുടെ പുതിയ ഭാരവാഹികളാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി കൃത്യമായി ഇലക്ഷൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. നമുക്ക് പുതിയ ലീഡർഷിപ്പ് വരണമെങ്കിൽ, അത് ജനറേഷണൽ ചേഞ്ച് ആണെങ്കിലും പുതിയ ലീഡർഷിപ്പ് വരണമെങ്കിലും, പാർട്ടികൾക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിലും പാർട്ടികൾക്കുള്ളിൽ എലക്ഷൻ വേണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ എലക്ഷൻ നടന്നിട്ട് എത്ര നാളായി? ഓരോ ഘട്ടത്തിലും ഒടുവിൽ AICCയുടെ പ്രസിഡൻ്റ് ഇലക്ഷൻ വരെ അവസാനം ഇലക്ഷൻ നടത്താതെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പുതിയ ആളുകൾക്ക് പാർട്ടി ലീഡർഷിപ്പ് വരാൻ സാധിക്കുന്നത്? ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെടുകയാണെന്ന് ഒരിക്കലും കരുതരുത്. എല്ലാ പാർട്ടികളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷന് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അതേ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടേത്. 2 വർഷം കൂടുമ്പോൾ മെമ്പർഷിപ്പ് നടത്തി ഞങ്ങൾ ഇലക്ഷൻ നടത്തിക്കൊള്ളാവുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കമ്മീഷന് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റാണ്. അതെല്ലാ പാർട്ടികളും പാലിക്കണം. എങ്കിൽ മാത്രമേ ഈ ജനറേഷണൽ ചേഞ്ച് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. കേന്ദ്ര പാർട്ടികൾ സംസ്ഥാന പാർട്ടികളെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഘട്ടമാണ്. കാരണം സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ വളരെ ഡിഫറൻ്റാണ്. അരുണാചൽ പ്രദേശിലെ കോൺഗ്രസ് ലീഡേഴ്സ് ഗോപികൃഷ്ണ ഒരാഴ്ച ഡൽഹി വന്ന് കിടന്നു. ഡൽഹിയിലെ പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞാണ്, ഒരാഴ്ച ഡൽഹിയിൽ വന്ന് കിടന്നു കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ഒന്ന് കാണാൻ. അവർ കണ്ടില്ല. അവരും
അവിടുത്തെ MLA-മാരും എല്ലാം കൂടെ ചെന്ന് അരുണാചൽ പ്രദേശിൽ ചെന്ന് പുതിയ പാർട്ടി ഉണ്ടാക്കി. അതുകൊണ്ട് കോൺഗ്രസ്സിൽ ഈ പറയുന്ന ഒരു നേതൃത്വ മാറ്റം എന്ന് പറയുന്ന ഒരു പേരിനുള്ള നേതൃത്വ മാറ്റമല്ല വേണ്ടത്. ശരിക്കും അതിൻ്റെ ഒരു ഇന്നർ ഡൈനാമിസം ശക്തിപ്പെടണമെങ്കിൽ ആ ഒരു ബന്ധത്തിൽ വരണമെങ്കിൽ, പുതിയ ലീഡർഷിപ്പ് വരണമെങ്കിൽ ഇലക്ഷൻസ് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്, കോൺഗ്രസ് കേവലം വ്യക്തികൾ തമ്മിലുള്ള സമവാക്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ പോരാ. ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ സുധീരൻ, ശ്രീ രമേശ് ഇവരുടെ വിഭാഗീയതയെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ പോരാ. കോൺഗ്രസിൻ്റെ പോളിസീസിനെ കുറിച്ച് കോൺഗ്രസ് എന്താണ് സംസാരിക്കാത്തത്? ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചത് ശരിയാണോ? നമ്മൾ ഹിന്ദുത്വയെ നേരിടുന്നതിൽ ഫിറോസ് പറഞ്ഞ പോലെ ചിലപ്പോഴെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പോളിസീസ് എന്താണ് കോൺഗ്രസ് ചർച്ച ചെയ്യാത്തത്? അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ പറഞ്ഞ ഈ പോരായ്മകളെ കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ആ വരുന്ന പോരായ്മകൾ, സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ വിജയിച്ചിട്ടുമുണ്ട് പലപ്പോഴും. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ കേരളത്തിലത് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടോ മറ്റ് സംസ്ഥാനങ്ങളുടെ ഉണ്ട്. അത് പരിഹരിക്കാനുള്ള വേദികളും ഉണ്ടായിട്ടുണ്ട്. വളരെ സജീവമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ വളരെ മുന്നിൽ ലോക്സഭ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ആസന്നമായിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തന പന്താവിലാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ചർച്ച. ഞങ്ങളൊക്കെ ചരിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ പോയി ഒരു വലിയ ചർച്ച, 2 ദിവസം നീണ്ടുന്ന ചർച്ചയിൽ പങ്കെടുത്തത്. അത് ഞങ്ങൾ താഴെത്തട്ടിൽ DCCയുടെ ചുമതലയുള്ള ആളുകൾ, ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെച്ച് വന്നിട്ടുണ്ട്. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ കാലാകാലങ്ങളിൽ സമയക്രമം പാലിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പുകൾ നടന്നാൽ കുറെ കൂടി മെച്ചപ്പെടുത്താൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ സ്വന്തം ആളുകൾക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഏത് നിലയിലുള്ള സമ്മർദ്ദം ചെലുത്തി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെയോ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലെ പ്രതിനിധികളെയോ തഴയുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം ഏത് നിലയിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തനിക്കും തൻ്റെ ഗ്രൂപ്പിനും വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല എന്ന മുറിവേറ്റൊരു മനസ്സുമായാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത് നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ AK ആന്റണി ഇടപെട്ടിട്ട് പോലും പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ക്ലൈമാക്സ്? കാണുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയെ സമാധാനിപ്പിക്കാനുള്ള ശ്രമം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസ് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ സംഘടനാ സംവിധാനം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട നിലയിലുമാണ്. ഇപ്പോഴത്തെ സാഹചര്യം പെട്ടെന്നാണ്, കുറച്ച് നാളായിട്ട് അത് നമുക്ക് പുറമേ വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായ നിലയിലേക്ക് ഇവിടുത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു അകൽച്ച, നേതാക്കൾക്കിടയിലുള്ള അകൽച്ച കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാൾ, അതിപ്പം ഗ്രൂപ്പുകാർ സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം തന്നെ പരസ്യമായി പറഞ്ഞു, അദ്ദേഹത്തെ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഉമ്മൻചാണ്ടിയെ പോലെ മുന്നിൽ നിരയിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് സൈലൻ്റ് ആയാൽ അത് പാർട്ടിയെ, മുന്നണിയെ ബാധിക്കും. ഇത് ദേശീയ നേതൃത്വത്തിനും ശ്രീ AK ആന്റണിക്കും ഒക്കെ അറിയാം. പക്ഷേ ദേശീയ നേതൃത്വം എന്താണ് ഇപ്പം നടത്തിയിരിക്കുന്നത്? എല്ലാ സംസ്ഥാനത്തിനും, കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാൾ നേതാക്കളുടെ കൈകളിലായിരുന്നു. ഇത് ഹൈക്കമാൻഡാണ് സുപ്രീം, ഞങ്ങളുടെ കൺട്രോളിലായിരിക്കണം പാർട്ടിയുടെ എല്ലാ സംസ്ഥാന ഘടകങ്ങളും എന്ന് വരുത്തി തീർക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളൊന്നും അവർ കണക്കാക്കുന്നതേ ഇല്ല. ഇവിടുത്തെ നേതാക്കൾക്കുള്ള അണികൾക്കിടയിലുള്ള സാഹചര്യം പോലും നോക്കുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ദേശീയ നേതൃത്വത്തെ എത്തിക്കുക, എൻ്റെ കൂടെ സാന്നിധ്യം ആവശ്യമാണെന്ന് ദേശീയ നേതൃത്വം മനസ്സിലാക്കുക എന്നതാണ് ഉമ്മൻചാണ്ടി എടുത്തിരിക്കുന്ന ക്ലൈമാക്സിന് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ശ്രീ A. ഷുക്കൂർ, ശ്രീമതി ലതിക സുഭാഷ്, ശ്രീ വർഗീസ് ജോർജ്, ശ്രീ PK ഫിറോസ്, ശ്രീ ജോൺ പി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോ ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സുമായി PT നാസരത്ത് കാണൂ. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.